ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ വെക്കേഷനൊക്കെ തുടങ്ങിയപ്പോൾ ഞാനും മോളും കൂടി നാട്ടിലേക്ക് വന്നതാണ്. ഇന്ന് ഉച്ചയായപ്പോഴാണ് കോഴിക്കോട് എത്തിയത്. അപ്പോൾ ഈവനിങ് ഒക്കെ ആയപ്പം കുറേ കാലമായില്ലേ കോഴിക്കോട് സിറ്റിയൊക്കെ കണ്ടിട്ട്, അപ്പോൾ ഒന്ന് പുറത്തൊക്കെ ഒന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാനും അനിയത്തിയും കൂടി ഈവനിങ് ആയപ്പോൾ പുറത്ത് പോകാമെന്ന് വിചാരിച്ച് വീഡിയോ എടുക്കുന്നത് കണ്ടിട്ടാണ് അവൾ മുഖം പൊത്തി നിൽക്കുന്നത്. വീഡിയോ എടുക്കുകയാണെങ്കിൽ ഞാൻ കൂടെ വരില്ല എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങാൻ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് തന്നെ മോളെ കൂട്ടാണ്ടാണ് ഞങ്ങൾ പോകുന്നത്. വരുമ്പോൾ ഓരോ ഐറ്റംസൊക്കെ വാങ്ങി വരാമെന്നുള്ള ഓഫറിലൊക്കെയാണ് ഇറങ്ങുന്നത്. എങ്ങോട്ടാണ് പോകേണ്ടതെന്നൊന്നും തീരുമാനിച്ചിട്ടല്ല വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അവസാനം ഞങ്ങൾ കറങ്ങി തിരിഞ്ഞ് കോഴിക്കോട് സ്റ്റുഡിയോയിലേക്കാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. അവിടെ എത്തിയപ്പം പിന്നെ ഒരു ടോപ്പൊക്കെ എടുക്കാമെന്നുള്ള ഇതിലാണ് എത്തിയത്. അവിടെ എത്തിയപ്പോൾ ഒരുപാട് കളക്ഷൻസ് വന്ന ടൈമായിരുന്നു. പിന്നെ ഒരുപാട് കളക്ഷൻസ് വരുമ്പോൾ നമുക്ക് ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ ആയിരിക്കുമല്ലോ. അങ്ങനെ കുറേ ടോപ്പൊക്കെ നോക്കി സെലക്ട് ചെയ്ത് ഞങ്ങൾ എത്തിയ ദിവസം എന്തായാലും നല്ല തിരക്കുള്ള ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ ട്രയൽ റൂമൊക്കെ ഭയങ്കര ഫുള്ളായിരുന്നു. ഒരു ഡ്രസ്സ് എടുത്തൊന്ന് ട്രയൽ നോക്കണമെങ്കിൽ കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടിയൊക്കെ വന്ന് തിരക്കായതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ടൈം കുറേ അവിടെ പോയിട്ടുണ്ട്. പിന്നെ ഡ്രസ്സാണല്ലോ, നമ്മളിങ്ങനെ കുറേ നേരം കണ്ടിരിക്കുന്നത് ഒരു രസമാണല്ലോ. പ്രത്യേകിച്ച് ഒരുപാട് കളക്ഷൻസ് ഉണ്ടാകുമ്പം പിന്നെ നല്ല അഫോർഡബിൾ റേറ്റും ആയിരുന്നു. ജീൻസിന് ക്രോപ്പ് ടോപ്പൊക്കെ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പോയത്. ട്രയൽ ചെയ്ത് നോക്കിയതും ക്രോപ്പ് ടോപ്സൊക്കെയാണ്, പക്ഷേ എടുത്തതൊന്നുമല്ല. പിന്നെ ഒരുപാട് കളക്ഷൻസ് വേറെ ഉണ്ടായിരുന്നു. പിന്നെ കുഞ്ഞാറ്റിക്ക് എന്തെങ്കിലും വാങ്ങാണ്ട് വീട്ടിലേക്ക് ചെല്ലാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് അവൾക്കുള്ളത് എന്തെങ്കിലും ഐറ്റംസ് തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുറേ നല്ല അടിപൊളി വാച്ചസ് ഉണ്ടായിരുന്നു, പിന്നെ ആംഗ്ലെറ്റ്സ് ഉണ്ടായിരുന്നു, ബ്രേസ്ലെറ്റ്സ് ഉണ്ടായിരുന്നു. അതൊക്കെ നോക്കി. പക്ഷേ ഓളെ കൈക്കൊന്നും പറ്റിയ ചെറിയ ടൈപ്പൊന്നും അവിടെ കണ്ടില്ല. അപ്പം ഞങ്ങളിങ്ങനെ തിരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ എന്തെങ്കിലും ഡ്രസ്സ് എടുത്താലോ എന്ന് വിചാരിച്ച്. പക്ഷേ കുട്ടികളുടെ കളക്ഷൻസ് അവിടെ അധികം ഇല്ലായിരുന്നു. വീട്ടിലിടുന്നതൊക്കെ ആണെങ്കിൽ ഓക്കെ, പക്ഷേ പുറത്ത് പോകുമ്പോൾ ഇടുന്ന ടൈപ്പ് കളക്ഷൻസ് വളരെ കുറവായിരുന്നു. പിന്നെ ഞങ്ങൾ കുറേ ലിപ്സ്റ്റിക്ക് നോക്കി, പക്ഷെ അതൊന്നും വാങ്ങിയിട്ടില്ല. ഒരു ടോപ്പ് മാത്രം വാങ്ങിയിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോന്നത്. ഇതൊക്കെയാണ് കുട്ടികളുടെ കളക്ഷൻസ്. ആകെ ഇത്രയും അവിടെ കളക്ഷൻസ് ചെറിയ കുട്ടികളുടെ വരുന്നുള്ളൂ. സ്ഥിരമായിട്ട് കാണുന്ന കുറേ ഐറ്റംസ് തന്നെയാണ്. പിന്നെ ഞങ്ങൾ വിചാരിച്ചു കുഞ്ഞാറ്റയ്ക്ക് എന്തെങ്കിലും വാങ്ങാൻ വേണ്ടിയിട്ട് SM-ലൊന്ന് പോയി നോക്കിയാലോ എന്ന്. നമ്മുടെ മിഠായിത്തെരുവ്, പിന്നെ മിഠായിത്തെരുവിൽ എപ്പോൾ നോക്കിയാലും തിരക്കായതുകൊണ്ട് പിന്നെ അവിടെ തിരക്ക് കാണുമ്പോൾ പ്രത്യേകിച്ചൊന്നും തോന്നാറില്ല. പിന്നെ അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ കമ്മൽ കണ്ട ഓട്ടോമാറ്റിക്കലി അതിൻ്റെ അടുത്തേക്ക് പോകുമല്ലോ. എത്ര കിട്ടിയാലും മതി വരാത്തൊരു സാധനമാണ് ഈ കമ്മൽ. അങ്ങനെ കുറേ നേരം അത് സെലക്ട് ചെയ്തുകൊണ്ടിരുന്നു. അതും പിന്നെ ഒരുപാട് കളക്ഷൻസ് ഉള്ളത് കൊണ്ട് ഏതെടുക്കണമെന്നുള്ള കൺഫ്യൂഷൻ കാരണം കുറേ നേരം നോക്കി നിന്നു. അങ്ങനെ നോക്കി ഒരുപാട് ലേറ്റായി, രാത്രിയായി. മഴ ചെറുതായിട്ട് ചാറാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ പോവാമെന്ന് വിചാരിച്ച് ഇറങ്ങാൻ ലേറ്റ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് മിഠായിത്തെരുവ് ഫുള്ള് കറങ്ങാനൊന്നും ടൈം കിട്ടിയില്ല. അപ്പോഴേക്കും പിന്നെ മഴ പെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കുടയൊന്നും എടുക്കാണ്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ ഞങ്ങൾ വേഗം വീട്ടിലേക്ക് വെച്ച് പിടിച്ച് പോകുന്ന വഴിക്ക് ഒരു എരഞ്ഞിപ്പാലൊക്കെ എത്താനായപ്പോൾ മുന്നിലൊരു കാറ് ഉണ്ടായിരുന്നു. അതിലുള്ള കുട്ടികൾ ഞങ്ങളെ വെടിവെച്ച് കളിക്കുകയായിരുന്നു. അങ്ങനെ കുറേ നേരം അവരുടെ കൂടെ കളിക്കുകയൊക്കെ ചെയ്ത് ഞങ്ങൾ വേഗം വീട്ടിലേക്ക് എത്തി. പിന്നെ കുഞ്ഞാറ്റനെ സോപ്പിടാൻ വേണ്ടിയിട്ട് കുറച്ച് ഐസ്ക്രീമാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അവൾ പറഞ്ഞ സാധനങ്ങളൊന്നും കിട്ടിയില്ലായിരുന്നു. പിന്നെ ഐസ്ക്രീം കിട്ടിയ ആൾ ഹാപ്പി ആവുന്നത് കൊണ്ട് വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു വീട്ടിലെത്തിയപ്പം. പിന്നെ ഒരു ബലൂണൊക്കെ, അവളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഐറ്റംസൊക്കെ എന്തായാലും ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പുറത്ത് പോയി വന്നതിൽ വലിയ പ്രശ്നങ്ങളൊന്നും അവൾക്കില്ലായിരുന്നു. അങ്ങനെ അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഐസ്ക്രീമൊക്കെ കഴിച്ച ആളവിടെ ഇരുന്ന്. പിന്നെ ഞങ്ങൾ തിരിച്ച് വരുമ്പോഴേക്കും അമ്മമ്മ ഞങ്ങൾക്കൊരു സർപ്രൈസ് അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആക്ച്വലി മാർച്ച് 28-നാണ് ഞങ്ങൾ തിരിച്ച് നാട്ടിലെത്തിയിട്ടുണ്ടായിരുന്നത്. എക്സാമൊക്കെ കഴിഞ്ഞ് അന്നെൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അമ്മമ്മ ഒരു കേക്കൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ രാത്രി കേക്കൊക്കെ മുറിച്ച്. പ്രത്യേകിച്ച് ആരുമില്ലായിരുന്നു, ഞാനും അനിയത്തിയും അമ്മയും മോളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം കേക്കൊക്കെ മുറിച്ച് ആ ബർത്ത്ഡേ ചെറുതായിട്ട് ഞങ്ങൾ അവിടെ ആഘോഷിച്ചു. എന്തായാലും സർപ്രൈസായി കിട്ടിയതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെ എൻ്റെ ബർത്ത്ഡേ ആഘോഷവും കഴിഞ്ഞ് കറക്കമൊക്കെ കഴിഞ്ഞ് അന്നത്തെ വിശേഷങ്ങളൊക്കെ അവിടെ അങ്ങനെ കഴിഞ്ഞു. അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.